എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബെന്നി മൂലമറ്റം. ദി വുഡ് വിസ്പറർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഈ ചാനലിൽ നാം ചർച്ച ചെയ്യുന്നത് ഫർണിച്ചർ നിർമ്മാണത്തിനും കെട്ടിട നിർമ്മാണത്തിനും മരം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ്. ഫർണിച്ചർ നിർമ്മാണത്തിനും വീട് പണിക്കും ലോകത്തെല്ലായിടത്തും തന്നെ വളരെ പ്രാചീനമായ കാലം മുതൽ വളരെ കോമണായി ഉപയോഗിച്ചു വരുന്നൊരു മെറ്റീരിയലാണ് മരം അഥവാ തടി. കഠിനമായ ചൂടും തണുപ്പും മാറി മാറി അനുഭവപ്പെടുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളിലും മരം കൊണ്ട് മാത്രം നിർമ്മിക്കുന്ന വുഡ് ഹൗസുകൾ നാം കണ്ടിട്ടുണ്ട്. അതിന് കാരണം വുഡ് അല്ലെങ്കിൽ മരം നല്ലൊരു ഇൻസുലേറ്ററാണ് എന്നുള്ളതാണ്. പ്രതികൂല കാലാവസ്ഥയെ പ്രതിരോധിക്കുവാനും തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നുമെല്ലാം നമുക്ക് സംരക്ഷണം നൽകുവാനും കഴിയുന്ന ഒരു പ്രത്യേക കഴിവ് മരത്തിനുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പണ്ടുകാലത്ത് അറയും നിരയും മച്ചുമൊക്കെയുള്ള വീടുകളുണ്ടായിരുന്നു. കഠിനമായ ചൂട് അനുഭവപ്പെടുന്ന സമയത്ത് പോലും അതിനുള്ളിൽ ഒരു ഫാൻ പോലും ഇല്ലാതെ കിടന്നുറങ്ങാൻ നമുക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് നാം മരം പൂർണ്ണമായിട്ടും ഒഴിവാക്കി സ്റ്റീലും PVC-യും കോൺക്രീറ്റുമെല്ലാം ഉപയോഗിച്ച് വീടുകൾ നിർമ്മിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഒരു AC ഇല്ലാതെ മഴക്കാലത്ത് പോലും നമ്മുടെ വീടിനുള്ളിൽ കഴിയാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പണ്ടത്തെ പോലെ നമുക്ക് കൂടുതൽ മരം ഉപയോഗിച്ച് വീട് പണിയാനുള്ള സാധ്യത ഇന്നില്ലായിരിക്കാം. പക്ഷേ കുറേയെങ്കിലും മരം അതായത് കട്ടിളയ്ക്കും ജനലിനും കതകും ഫർണിച്ചറുമൊക്കെ എങ്കിലും മരം കൊണ്ട് നിർമ്മിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയാണെങ്കിൽ നമ്മുടെ വീടിനുള്ളിലെ ചൂട് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയും. മരത്തിന് പകരം ഇന്ന് നാം സ്റ്റീൽ, അലുമിനിയം, UPVC, മൾട്ടിവുഡ് തുടങ്ങിയ പല വിധത്തിലുള്ള മെറ്റീരിയൽസും ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും മരത്തിൻ്റെ പ്രാധാന്യം ഇന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല. അതിനുള്ള കാരണം ഡ്യൂറബിലിറ്റിയിലും ക്വാളിറ്റിയിലും മരത്തെ വെല്ലാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മരത്തിൻ്റെ ഫർണിച്ചർ നാം പണിതിട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ആഢ്യത്യമുണ്ട്. നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന ഒരു ഘടകമാണ് വുഡൻ ഫർണിച്ചർ. വുഡൻ ഫർണിച്ചർ നന്നായിട്ട് പോളിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ഇതുകൂടാതെ നമ്മുടെ പ്രകൃതിക്കിണങ്ങിയ ഒരു ഉൽപ്പന്നമാണ് മരം എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നിന്ന് നമുക്ക് നേരിട്ട് കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് മരം. യാതൊരു വിധത്തിലുള്ള കെമിക്കൽ പ്രോസസ്സിങ്ങും കൂടാതെ നമുക്ക് മരം ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മരം ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും നമുക്ക് ഉണ്ടാകുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്കെങ്കിലും ചില സംശയങ്ങൾ തോന്നിയേക്കാം. മരം വെട്ടുന്നത് തെറ്റല്ലേ? മരം വെട്ടുന്നത് പ്രകൃതിയെ നാം നശിപ്പിക്കുകയല്ലേ ചെയ്യുക? ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് മനുഷ്യൻ്റെ ആവശ്യത്തിനും പ്രകൃതിയുടെ നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കേണ്ടത് നമ്മുടെ കടമയാണ്. മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് നാം പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോഴാണ് ആ മരം വെട്ടൽ ഒരു തെറ്റായ കാര്യമായിട്ട് മാറുന്നത്. മരം ഒരു വരമാണ്, പ്രകൃതിയുടെ വരദാനമാണ് മരം. പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയിരിക്കുന്ന ഈ വരം നമ്മുടെയും പ്രകൃതിയുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. മറ്റൊരു കാര്യം കൂടി നാം ഇത്തരണത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മരം വെട്ടുമ്പോൾ 2 മരമെങ്കിലും വെച്ച് പിടിപ്പിക്കാനുള്ള സന്മനസ് നാം കാണിക്കണം. എങ്കിലേ നാമും പ്രകൃതിയും ഒക്കെ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിർമ്മാണ മേഖലയിൽ മരം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്തുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോകളിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് മരങ്ങളുടെ രാജാവായ തേക്കിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ്. തരൂരാജൻ എന്നറിയപ്പെടുന്ന ഒരു മരമാണ് തേക്ക്. അതായത് മരങ്ങളുടെ രാജാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ തേക്കിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് ഇനി അടുത്ത വീഡിയോയിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി കാണുന്നതുവരെ ബൈ. Like, comment, and subscribe.